എന്താണ് അലിമണി, എന്താണ് മെയിൻ്റനൻസ്? ഇത് രണ്ടും ഒന്നല്ലേ? അല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാണെന്ന് തോന്നും, പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അലിമണി, മെയിൻ്റനൻസ് എപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് ടേമുകളാണിത്. ഇത് നമുക്കറിയാം, ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ഫാമിലി മാറ്ററുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ രണ്ട് വാക്കുകളുടെയും ഉപയോഗം വരുന്നത്. എസ്പെഷ്യലി ഒരു ഡിവോഴ്സ് കേസൊക്കെ നടക്കുമ്പോൾ ഈ അലിമണി അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഈ രണ്ട് ടേമുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇനി ഇതിൽ അലിമണി എന്ന് പറഞ്ഞാലും മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാലും ഒരു സം ഓഫ് മണി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം, ഇതൊക്കെയാണ് ഇന്ന് ലേമാൻസ് ലോ മലയാളം ഡിസ്കസ് ചെയ്യുന്നത്. സോ ലേമാൻസ് ലോ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ട്, ഇപ്പോൾ എസ്പെഷ്യലി ഇതൊരു ലോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ഒരു ലെക്ചർ സീരീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ നിങ്ങൾ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ നോട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അലിമണി ആൻഡ് മെയിൻ്റനൻസ്. ഇനി ഇവിടെ എന്താണ് ഇതിന് തമ്മിലുള്ള ഒരു വ്യത്യാസം? അതിനു മുൻപായിട്ട് രണ്ട് തരത്തിലുള്ള ഡിവോഴ്സ് ഉണ്ട്, നമ്മൾക്കറിയാം. മ്യൂച്വൽ ഡിവോഴ്സും ഉണ്ട്, കണ്ടസ്റ്റഡ് ഡിവോഴ്സും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലാത്തവരത് നോക്കുക. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബോത്ത് പാർട്ടീസ് മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഡിവോഴ്സിനെയാണ് നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇനി കണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രണ്ട് പേരും കണ്ടസ്റ്റ് ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് മത്സരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ഡിവോഴ്സാണ് കണ്ടസ്റ്റഡ് ഡിവോഴ്സ്. അപ്പോൾ ഈ രണ്ട് ഡിവോഴ്സ്, വ്യത്യസ്തമായ ഈ രണ്ട് ഡിവോഴ്സുകളും ഈ അലിമണിയും മെയിൻ്റനൻസും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഡിവോഴ്സുകൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ വരുമ്പോൾ മ്യൂച്വൽ കൺസെൻറ്റ് ആയി വരുന്ന ഡിവോഴ്സുകളിലാണ് എപ്പോഴും ഈ ഒരു നമ്മൾ ഈ അലിമണി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വൺ ടൈം പേയ്മെൻ്റ് ആണ്. അതായത് ഒറ്റത്തവണ കൊണ്ടുള്ളൊരു തീർപ്പാക്കൽ പദ്ധതി. കാരണം മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സും അങ്ങനെയാണല്ലോ, ഒറ്റത്തവണ ഒരു തീർപ്പാക്കലാണല്ലോ. അവർ രണ്ടുപേരും കൂടി ആലോചിച്ച്, ഹസ്ബൻഡും വൈഫും കൂടി ആലോചിച്ച് ഒരു കൺക്ലൂഷനിലെത്തുന്നു. മാരേജ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ മാരിറ്റൽ ലൈഫ് ഇവിടെ നിർത്തണോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതിൽ ഒരു തീരുമാനത്തിൽ രണ്ടുപേരും കൂടി എത്തുന്നു. അങ്ങനെയുള്ള മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സുകളിൽ അവർ ഒരു സെറ്റിൽമെൻറ്റിലെത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു സെറ്റിൽമെൻറ്റിലെത്തുന്നതിനെയാണ് നമ്മൾ ആ ഒരു വൺ ടൈം പേയ്മെൻറ്റിനെയാണ് നമ്മൾ അലിമണി എന്ന് പറയുന്നത്. ഇനി ഈ അലിമണി അവർ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ദ ഡിവോഴ്സ് ഈസ് ഫൈനലൈസ്ഡ്. ഡിവോഴ്സ് കോടതി ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൺ ടൈം പേയ്മെൻറ്റ് ഓഫ് അലിമണി അവിടെ കൊടുക്കുന്നത്. ഇത് മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സുകളിലാണ് ഇത് നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ഹസ്ബൻഡും വൈഫും കൂടി മ്യൂച്വലി അവർ എന്ത് ചെയ്യും, തീരുമാനിക്കും. അവർ മ്യൂച്വലായിട്ട് അവർ ഡിസൈഡ് ചെയ്യും എത്ര ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ടേംസ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ അലിമണിയുടെ ഫോർമാലിറ്റീസ് എന്തായിരിക്കണം, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും. ഇനി ചൈൽഡിൻ്റെ കസ്റ്റഡി ആരുടെ കയ്യിലാണ്, അതുപോലെ തന്നെ ഏതൊക്കെ അസറ്റുകളാണ് വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് പോകേണ്ടത്, ഇനി ഇതെല്ലാം തന്നെ ഒരു അമിക്കബിൾ മാനറിൽ അവർ ഓൾറെഡി എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യും. ഇതൊക്കെ തന്നെ ഔട്ട് ഓഫ് കോർട്ടാണ് നടക്കുന്നത്. അതായത് അവരുടെ മാറ്റർ കോടതിയിലേക്ക് വരുന്നതിന് മുമ്പായി തന്നെ ഈ വക കാര്യങ്ങളിൽ അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാകും. സോ അങ്ങനെ തീരുമാനിച്ച് എല്ലാം ഉറപ്പിച്ച് വെച്ചതിന് ശേഷം കോടതി ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇവർക്ക് മ്യൂച്വൽ കൺസെൻറ്റിൽ ഡിവോഴ്സ് അനുവദിക്കാമെന്ന് കോടതി ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡിവോഴ്സ് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ
നേരത്തെ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് അസറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്താണോ അതൊരു വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൈമാറുന്നു. അതിനെയാണ് നമ്മൾ അലിമണി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കണ്ടസ്റ്റഡ് ഡിവോഴ്സുകളിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് പെറ്റീഷനും ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സം ഓഫ് മണിയാണ്, പക്ഷേ അത് പേയ്മെൻറ്റ് ചെയ്യുന്ന മോഡിലാണ് വ്യത്യാസം. നേരത്തെ നമ്മൾ പറഞ്ഞു അലിമണിയിൽ ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ്, എന്നാൽ ഒരു മെയിൻ്റനൻസിൽ വരുമ്പോൾ അതൊരു വൺ ടൈം പേയ്മെൻ്റ് അല്ല, അതൊരു കണ്ടിന്യൂസ് പേയ്മെൻ്റ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ മന്ത്ലി ആക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആക്കാം. എങ്ങനെയാണെങ്കിലും ഒരു ഡിവോഴ്സ് നടന്നതിന് ശേഷം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് റീമാരി ചെയ്യുന്നത് വരെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്ന്, ഹസ്ബൻഡോ? അതെ, ഇവിടെ മെയിൻ്റനൻസിൽ എപ്പോഴും എന്താണ്, ഒരു ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് അത്ര സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തി അല്ല, പക്ഷേ വൈഫ് വളരെ വെൽ ഓഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല ഏണിംഗ് ഉള്ള അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹസ്ബൻഡിന് അയാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഇല്ല എങ്കിൽ അവിടെ ആ ഹസ്ബൻഡിന് വൈഫിനോട് മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. ഇനി നേരെ തിരിച്ചാണെങ്കിൽ വൈഫിന് സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെന്നുള്ളതെങ്കിൽ അവിടെ വൈഫിന് ഹസ്ബൻഡിനോട് മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. അപ്പോൾ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. പക്ഷേ ഇവിടെ തീരുമാനമെടുക്കുന്നത് കോർട്ടാണ്. കാരണം കോർട്ട് പരിശോധിക്കും ഇവർ പറയുന്ന ഇവരുടെ അവേർമെൻറ്റ്സ് അല്ലെങ്കിൽ ഇവരുടെ വാദങ്ങൾ, ഇവരുടെ പ്ലെയിൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ആവലാതികളൊക്കെ ശരിയാണോ എന്ന് കോടതി പരിശോധിച്ച് ഉറപ്പുവരുത്തി കോടതിക്ക് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടുപേരിൽ ആർക്കാണോ അതിന് അർഹതയുള്ളത് അവർക്ക് എന്ത് ചെയ്യും, കോടതി മെയിൻ്റനൻസ് ഓർഡർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് അനുവദിക്കും. അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മന്ത്ലി ബേസിസിൽ നമുക്ക് പേ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഒരു ഇനി വീക്ക്ലി ആണെങ്കിൽ പേ ചെയ്യാം. പക്ഷെ വീക്ക്ലി പേ ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ കുറഞ്ഞു വരും. കാരണം എല്ലാ ആഴ്ചയിലും പേ ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഇനി മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മത്തിന് കൂടി വരും. അപ്പോൾ ഇവിടെ മന്ത്ലി ആണെങ്കിലും ക്വാർട്ടർലി ആണെങ്കിലും ഈ ഹാഫ് ഇയർലി ആണെങ്കിലും ഇയർലി ആണെങ്കിലും ഒക്കെ തന്നെ മെയിൻ്റനൻസ് പേ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻ്റനൻസ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് റീമാരി ചെയ്യുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി ഇപ്പം വൈഫിനാണ് മെയിൻ്റനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വൈഫ് റീമാരി ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ മെയിൻ്റനൻസ് അവിടെ സ്റ്റോപ്പാകും. ഇനി ഹസ്ബൻഡിനാണ് മെയിൻ്റനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഹസ്ബൻഡ് റീമാരി ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ മെയിൻ്റനൻസ് അവിടെ സ്റ്റോപ്പാകും. ഇനി ഇതർ വൈഫ് ഓർ ഹസ്ബൻഡ് ആർക്കാണോ മെയിൻ്റനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ അഡൾട്രസ് ആയിട്ടുള്ളൊരു ലൈഫാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയും മെയിൻ്റനൻസ് സ്റ്റോപ്പ് ചെയ്യപ്പെടാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇവർ ഡെത്ത് ആവുകയാണെങ്കിൽ, ഈ മെയിൻ്റനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഡെത്ത് ആവുകയാണെങ്കിലും മെയിൻ്റനൻസ് എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻസ് എപ്പോഴാണോ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അതുവരെ ഇവർക്ക് എന്ത് ചെയ്യും, മെയിൻ്റനൻസ് കിട്ടും. പക്ഷേ അലിമണിയിൽ നമ്മൾക്കറിയാം, അലിമണി ഒരു ഡിവോഴ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈനലൈസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഒരു വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. സോ ഇതാണ് ഈ അലിമണിയും മെയിൻ്റനൻസും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ അലിമണി മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സുകളിലാണ് വരുന്നത്. ഇനി മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റഡ് ഡിവോഴ്സുകളിലാണ് ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.